ഓണൊന്ന് നമുക്ക് കളറാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ തൃക്കാക്കര അപ്പൻ്റെ അടുത്തു നിന്ന് തന്നെ തുടങ്ങണം. അപ്പം നമ്മുടെ കാക്കാനോടുള്ള തൃക്കാക്കര അമ്പലത്തിൽ വന്നേക്കാണ്, നമ്മുടെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ആളോട് തന്നെ ചോദിച്ച് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ? നമ്മുടെ പ്രമോദേനുണ്ട്, പ്രമോദനോട് ചോദിച്ചു തുടങ്ങാം. ഇതൊരു മഹാക്ഷേത്രം ആയതുകൊണ്ട് 5 പൂജകൾ വരും. മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് 5 പൂജകൾ വരുന്നത്. അപ്പൊ അതുപോലെ 5 ദിവസമാണ്. അല്ലല്ല, ഒരു ദിവസം 5 പൂജകൾ വരും. അത് ക്ഷേത്രങ്ങളിൽ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മഹാക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയുള്ള ഉത്സവം. എറണാകുളത്ത് ചിട്ടവട്ടങ്ങളോട് കൂടിയുള്ള ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് അമ്പലം, തൃപ്പൂണിത്തുറ അമ്പലം, അതന്നെ എറണാകുളം ശിവക്ഷേത്രമല്ലേ, എറണാകുളം ശിവക്ഷേത്രം, പിന്നെ തൃപ്പൂണിത്തുറ അമ്പലം, തൃക്കാക്കര, ഇതൊക്കെയാണ് കറക്റ്റ് എല്ലാ ചിട്ടവട്ടങ്ങളും. ഒരു ഉത്സവത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടിയുള്ള ചിട്ടവട്ടങ്ങളോട് നടത്തുന്ന ഉത്സവങ്ങൾ എറണാകുളം ജില്ലയിൽ. ഏത് ഉത്സവം ഇവിടുത്തെ 10 ദിവസമാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഇവിടെ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ 28 ദിവസം നീണ്ടു നിന്നിരുന്ന ആഘോഷമായിരുന്നു. അത് അന്ന് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത്, അതായത് ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന നാട്ടുരാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജാക്കന്മാര് സംഗമിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഒരു കാർഷികോത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഇതൊരു തുടക്കമാണ്, പുതുവത്സരമാണ്. അപ്പൊ ആ ആഘോഷങ്ങൾ, അതായത് ഈ രാജാക്കന്മാർ ഓരോരുത്തരും ഓരോ ദിവസവും, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 64ഓളം നാട്ടുരാജാക്കന്മാർ കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് പറയണം. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനും അവർ വിസിറ്റ് ചെയ്യും. അവര് ഓരോ ദിവസം അവരുടെ വകയാണ്. അപ്പൊ ഇവിടത്തെ ഈ ക്ഷേത്രത്തിന്റെ മതിലിൽ കാണുന്ന ഈ 2 കാലഘട്ടത്തിലെ ലിപികളുണ്ട്. വട്ടെഴുത്തുണ്ട്, കോലെഴുത്തുണ്ട്. അപ്പൊ ക്ഷേത്രത്തിൽ അതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അപ്പൊ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലിപി മാറി മറ്റൊരു ലിപി വന്നെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പൊ അത്രയും കാലപ്പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. 2 ഈ നാട്ടുരാജാക്കന്മാർ സംഗമിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു അന്നത്തെ ഇപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം തൃപ്പൂണിത്തുറ അത്തച്ചമയാണ്. അതായത് തൃപ്പൂണിത്തുറ രാജാവ് തൃക്കാക്കരയിലേക്ക് വന്ന ആ ഒരു ഘോഷയാത്രയാണ്. രാജാക്കന്മാർ വരുമ്പോ അറിയാലോ, ആ വിളംബര ജാഥയാണ് ശരിക്കും ഇപ്പൊ അത് അത്തച്ചമയമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് സാമൂതിരിയാണെന്ന് നമ്മൾ ഇത് ചെയ്യുന്നത്, വിളംബരം ചെയ്യുന്നത്. ആ സാമൂതിരിയുടെ വിളംബരത്തിൽ പറയുന്നത്, ആർക്ക് നിങ്ങൾക്ക് തൃക്കാക്കരയിൽ ഓണാഘോഷിക്കാൻ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ തൃക്കാക്കരപ്പനെ സാങ്കല്പികമായിട്ട് പ്രതിഷ്ഠിച്ച് 10 ദിവസം തൃക്കാക്കരപ്പനെ വെച്ചിട്ട് ഇവിടെ എന്നാണോ കുടിയിരുന്നത് അന്ന് മുതൽ തിരുവോണം വരെ ആഘോഷിക്കുന്നത്. അതാണ്. അപ്പൊ അന്ന് പോലെയാണ് ഈ പൂക്കളമിട്ട് ഇതേ രീതിയിൽ ഓരോ ദിവസവും ഉത്സവമായിട്ട് വരും. അപ്പൊ ആ ഒരു ആഘോഷം ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവരും പുത്തനുടുപ്പിട്ട്, അതായത് പുതിയ ഡ്രസ് ഇട്ട് വരുന്ന ക്ഷേത്ര ദർശനം നടത്തുന്ന ഈ ഓണത്തിനായിരിക്കും. ഓണക്കോടി കൊടുത്തിട്ടാണ് എല്ലാവരും കൂടെ വരുന്നത്. അങ്ങനെ ഒരു തന്നെ. പിന്നെ സന്തോഷമാണല്ലോ, അതായത് നമ്മളൊരു പുതുവത്സര പിറവി പോലെയാണ്. അതായത് കാർഷിക വിഭവങ്ങൾ എല്ലാവർക്കും, അതായത് കർക്കിടക മാസം നമ്മൾ പഞ്ഞമാസം, പഞ്ഞം മാറി നമ്മൾ സന്തോഷത്തിലേക്ക് വരുന്നതാണ്. ആഘോഷങ്ങൾ, അതായത് കേരളത്തിൽ തന്നെ ഉത്സവത്തിന് തുടക്കമിടുന്നതാണ്. കേരളത്തിൽ ഇനി ഇവിടെ തൃക്കാക്കര ഉത്സവം തുടങ്ങിയാലാണ് ഫസ്റ്റ് ഉത്സവമാണ്, മലയാളത്തിന്റെ ഫസ്റ്റ് ഉത്സവമാണ് തൃക്കാക്കര ഉത്സവം. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പൊ മഹാബലിക്ക് മോക്ഷം നൽകി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ചവിട്ടി താഴ്ച എന്ന് പറയുന്നത് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. മഹാബലിക്ക് മോക്ഷം നൽകിയ വിശ്വരൂപം. അതായത് ഈ മഹാബലി തമ്പുരാന് നമ്മൾ പറയുന്ന രീതിയിൽ നല്ലൊരു ഭരണകർത്താവും നല്ല ഒരു ഇതുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആകർഷണമായിട്ട് ജനങ്ങള് ദേവനെ, അതായത് ഒരു ഭഗവാനെ പോലും അതിലുപരിയായിട്ട് അവരെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേവന്മാർക്ക് പോലും ഭയമായി ഈ ഇദ്ദേഹം ഒരു ദേവ ചൈതന്യത്തിലേക്ക് വരുമോ എന്ന് പേടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ചെറിയൊരു ഞാൻ ഭയങ്കര ദാനശീലനാണ് എന്നുള്ള ചെറിയ അഹങ്കാരം ശമിപ്പിക്കാനെന്ന ഭാവേന ഈ മോക്ഷം നൽകും. നമ്മൾ അത് സുതലത്തിലേക്ക് മഹാബലിയെ വിട്ടു എന്നാണ് പറയുന്നത്. സുതലത്തിലേക്ക് വിട്ടെന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോ പറയുന്ന ചില കഥകൾ വായിക്കുന്ന ചവിട്ടി താഴ്ച, പക്ഷെ ഒരു ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതിൽ കൂടുതൽ വേറെ മോശമൊന്നുമില്ലല്ലോ. നമുക്ക് ആർക്കും സാധിക്കാത്ത സംഭവമാണ് ഭഗവാൻ നേരിട്ട്. അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വിശ്വരൂപം കൊടുക്കുന്നുണ്ട്. വാമന രൂപത്തിൽ വന്ന ബ്രാഹ്മണനോട് ചോദിക്കുന്നുണ്ട് അങ്ങ് ആരാണെന്ന്. കാരണം വലുതാവുമല്ലോ, അടുത്ത ശിരസ് നമിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വിശ്വരൂപം കാണിക്കുന്നത്. ആ വിശ്വരൂപമാണ് വാമനന്റെ മൂർത്തിഭാവം. അതാണ് വാമനമൂർത്തി. ആ വാമനമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതാണ് വാമനമൂർത്തിയാണ്, വാമൻ അല്ല ഇവിടുത്തെ പ്രതിഷ്ഠ, വാമനമൂർത്തിയാണ്. അതായത് എല്ലാ മഹാവിഷ്ണു വിഗ്രഹത്തിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ശംഖ്, ചക്ര, ഗദ, പത്മം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഗദയില്ലാത്ത രൂപം സൗമ്യനായ മഹാവിഷ്ണുവാണ്.
ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിന് മുമ്പ് ഈ ക്ഷേത്രം ഉണ്ട് ശങ്കരാചാര്യത്തിലുണ്ടെന്ന് കാരണം പറയുന്നു. അതാണ് പ്രശ്നം. അതായത് ഈ മഹാബലി എന്ന് പറയുന്നത്, ബലി എന്ന് പറയുന്നൊരു കാസ്റ്റാണ്. അവര് UP ബേസ്ഡ് ആണെന്ന് പറയാം. ഇതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ്. ആ UP ബേസ്ഡ് ആയിട്ടുള്ള മഹാബലി എന്ന് പറയുന്നത്. അപ്പൊ അതില് പരശുരാമനായിട്ട് ബന്ധം വരുന്നുണ്ട്. പരശുരാമൻ ബ്രാഹ്മണരെ ദ്രോഹിച്ചു എന്ന് പറയുന്നത് ശാപമോക്ഷത്തിനായിട്ട് ബ്രാഹ്മണരെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അന്ന് UP പോയി കുറെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ താമസിച്ചു. അതാണ് പരശുരാമനൻ സൃഷ്ടിച്ച കേരളം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല മഴ പറഞ്ഞത്, അതല്ല ശരിക്കും അതിന്റെ സങ്കല്പം. എനിക്കൊരു ഇത് ലിങ്കാണ് ഞാൻ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ ബ്രാഹ്മണരുടെ പരദേവതയാണ് വാമനവും. അവരന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് പരശുരാമൻ പ്രതീക്ഷിച്ചെന്നും സങ്കല്പമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ കേരളം സൃഷ്ടിക്കുമ്പോൾ വന്ന ഒരു ആദ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര. താങ്ക് യു പ്രമോദേട്ടാ. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ തൃക്കാക്കര അമ്പലത്തിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്, നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഉത്സവത്തോടനുബന്ധിച്ച് തൃക്കാക്കര അമ്പലത്തിലേക്ക് വരണം. ഇവിടുത്തെ പരിപാടികൾ കണ്ട് ആസ്വദിക്കണം. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറാണ് ഓണം. അതേമാതിരി ഓണത്തിൻ്റെ സെലിബ്രേഷൻ നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറിയാത്തവർ എല്ലാവരും വന്ന് ഈ കൾച്ചർ കണ്ട് ആസ്വദിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ, സി യു. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഹാപ്പി ഓണം.